ഞാൻ ജയ റെജി മത്തായി. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് പോകുന്നത്. അതായത് നമ്മളെല്ലാവരും ഡ്രഗ് ഓവർഡോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ പേടിയോടെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വീട്ടിലോ എൻ്റെ അടുത്തോ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 31 ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായിരുന്നു ഇന്റർനാഷണൽ ഡ്രഗ് ഓവർഡോസ് അവയർനെസ് ഡേ. അപ്പം ഈ വർഷത്തെ 2024 ഡ്രഗ് ഓവർഡോസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ടുഗദർ വി ക്യാൻ എൻഡ് ഓവർഡോസ്, ടുഗദർ വി ക്യാൻ ഹൈലൈറ്റിംഗ് ദ പവർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മെയിൻ ആയിട്ടുള്ള കാര്യം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതെ, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് നോക്കേണ്ടത്. അതിന് എന്താണ് ചെയ്യേണ്ടത്? എഡ്യൂക്കേറ്റ് ദ കമ്മ്യൂണിറ്റി. അതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് തുടങ്ങേണ്ടത് നമ്മുടെ സ്കൂളുകളിലാണ്. നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ യങ് ജനറേഷനെയും മരുന്നിൻ്റെ ഓവർഡോസിനെ പറ്റി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഡ്രഗ് ഓവർഡോസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്നത്, ശരിയാണ്, നമുക്ക് ഈ സ്ട്രീറ്റിൽ കിട്ടുന്ന ഇല്ലീഗൽ ഡ്രഗ്സ്, അതായത് കൊക്കൈൻ, കഞ്ചാവ്, അതുപോലെയുള്ള മരുന്നുകളെ പറ്റിയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ അതല്ല. ഡ്രഗ് ഓവർഡോസ് എന്ന് പറയുമ്പോൾ ഏത് മരുന്നും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടനലോൾ ആണെങ്കിലും നമ്മുടെ ആൻറ്റിബയോട്ടിക് ആണെങ്കിലും സ്റ്റീറോയിഡ് ആണെങ്കിലും എന്ത് മരുന്നാണെങ്കിലും എല്ലാ മരുന്നിനും ഒരു ഡോസ് ഉണ്ട്. ആ ഡോസിൽ കൂടുതൽ, ആ ഡോസ് എന്ന് പറയുന്നത് അതിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതായത് ഓരോ മനുഷ്യർക്കുമുള്ള മരുന്നിൻ്റെ ഡോസും വ്യത്യാസമുണ്ട്. അതായത് കുട്ടികൾക്ക് എത്ര മരുന്ന് വേണോ അത്രയും ഡോസ് മരുന്ന് മുതിർന്നവർക്ക് അതിൽ കൂടുതൽ വേണം. അതുപോലെ തന്നെ പ്രായമായവർക്കും വേണ്ട മരുന്നിൻ്റെ അളവ് വളരെ കുറവാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ട മരുന്നിൻ്റെ ഡോസിൻ്റെ അളവ് വളരെ കുറവാണ്. അതോടൊപ്പം പ്രായമുള്ളവർക്ക് അതിൽ കൂടുതലായിട്ട് മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഡോസിനെ പറ്റി പറയുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, എന്ന് വിചാരിച്ച് എല്ലാവർക്കും എല്ലാ മരുന്നിനും ഒരേ ഡോസ് ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരു അസുഖത്തിന് പലർക്കും പലതരത്തിലുള്ള മരുന്നിൻ്റെ ഡോസ് ആവശ്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏത് മരുന്നിൻ്റെ ഡോസാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അത്രയും ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അതെപ്പോഴും നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ്, അതായത് പലപ്പോഴും ബാഡ് സൈഡ് എഫക്റ്റും നമ്മുടെ ശരീരത്തിന് തന്നെ അതൊരു വിഷമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് പ്രവർത്തിക്കും. അതായത് നമ്മൾ മരുന്ന് ഓവർഡോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ സ്ട്രീറ്റ് മരുന്നുകളെ പറ്റി മാത്രം ചിന്തിക്കരുത്. പിന്നെ നമ്മൾക്ക് പലപ്പോഴും പനി, ചുമ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്വയമായിട്ട് ഫാർമസിയിൽ പോയി മരുന്ന് മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മരുന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒട്ടുമിക്കവാറുമുള്ള മരുന്നിൻ്റെ പുറത്ത് അതിൻ്റെ ഡോസിനെ പറ്റി പറയുന്നുണ്ട്. ഓരോ പ്രായത്തിലുള്ളവർക്ക് എത്ര മരുന്ന് ഉപയോഗിക്കണം, ആ മരുന്ന് എന്തിനാണ്, അതുപോലെ തന്നെ ആ മരുന്ന് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ, ഇതെല്ലാം വിശദമായിട്ട് ഓരോ മരുന്നിൻ്റെയും ബോട്ടിലുണ്ട്. അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓവർ ദ കൗണ്ടർ മരുന്ന് വാങ്ങിക്കുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് വായിച്ചിട്ട്, ഈ മരുന്ന് എനിക്ക് ആവശ്യമുണ്ടോ, ഈ മരുന്ന് എത്ര ഡോസാണ് എനിക്ക് വേണ്ടത്, ഇത് കഴിച്ചാൽ എനിക്ക് എന്തെല്ലാം പാർശ്വഫലങ്ങൾ ഉണ്ടാകും, ഇതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതായത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്, മരുന്നിന് എപ്പോഴും ഒരു 5 റൂൾസ് ഉണ്ട്. അതായത് റൈറ്റ് മെഡിക്കേഷൻ, അതായത് പനിയുള്ള ഒരാൾ പനിയുടെ മരുന്നാണ് എടുക്കേണ്ടത്, അല്ലാതെ വയറിളക്കത്തിലുള്ള മരുന്ന് പോയി എടുക്കരുത്. അതായത് റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ഡോസ്, റൈറ്റ് ടൈം, റൈറ്റ് റൂട്ട്, ഇത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴാണ് മരുന്നുകൾ കറക്റ്റ് ഡോസ് എടുക്കാതെ വേറെ പല രീതിയിലും നമ്മുടെ ശരീരത്തിന് മരുന്നുകൾ ഓവർഡോസ് ആയിട്ട് വരും, അതെപ്പോഴാണ്? അതായത് നമ്മൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ്, നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള സമയത്ത് സാധാരണ മരുന്നുകളെല്ലാം നമ്മുടെ ബോഡിയിൽ മെറ്റാബോളൈസ് ചെയ്തിട്ട് നമ്മുടെ ലിവറിൽ കൂടെയും നമ്മുടെ കിഡ്നിയിൽ കൂടെയാണ് അത് പുറന്തള്ളുന്നത്, അതിൻ്റെ ടോക്സിൻസ് പാർട്ട്. അപ്പോൾ നമ്മുടെ കിഡ്നിയും ലിവറും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു നോർമലായിട്ടുള്ള ഒരു അഡൾട്ടാണ് മെഡിസിൻ എടുക്കുന്നെങ്കിൽ
ഒരു അഡൽട്ട് ഡോസ് ഇങ്ങനെ അസുഖമുള്ളവർക്ക് ആ ഡോസ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ മരുന്നിൻ്റെ ഡോസ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എടുക്കുന്ന പല മരുന്നുകളും അവർ തമ്മിൽ ഇൻകമ്പാറ്റബിലിറ്റി ഉണ്ട്. അതായത് ചിലപ്പോൾ അത് പാർശ്വഫലമായിട്ട് വരും, പക്ഷെ ചിലപ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ സൈക്കാട്രിക് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സൈക്കാട്രിയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും, ഫോർ എക്സാമ്പിൾ പലപ്പോഴും നമ്മൾ പ്രൊപ്പനലോൾ പോലെയുള്ള മെഡിസിൻസ് നമ്മൾ ചിലപ്പോൾ ആളുകൾക്ക് ആൻസൈറ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ആ മരുന്ന് നമ്മുടെ ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്ലഡ് പ്രഷർ മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവരോട് നമ്മൾ പറയണം, എപ്പോഴും നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഏതെല്ലാം മരുന്നുകളാണ്, ഏതെല്ലാം അസുഖമാണ്, ഇതെല്ലാം നമ്മളെ ഡോക്ടേഴ്സിനോട് വിശദമായിട്ട് പറയണം. അപ്പോഴാണ് നമ്മൾക്ക് കറക്റ്റ് മെഡിസിനും കറക്റ്റ് ഡോസും നമ്മൾക്ക് തരാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഒരു മരുന്നുകളും ആൽക്കഹോളിൻ്റെ കൂടെ ഉപയോഗിക്കരുത്. അതായത് ആൽക്കഹോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല മരുന്നുകളും ആൽക്കഹോളുമായിട്ട് വളരെ ഇൻകമ്പാറ്റബിൾ ആയിട്ടും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കും. ഞാൻ ഇതിനു മുമ്പ് വളരെ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന വീഡിയോ മലയാളത്തിലും ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവർക്ക് അത് പോയി കാണാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്, നമ്മൾ പലപ്പോഴും പല സ്ലീപ്പിംഗ് പില്ലും അതുപോലെ തന്നെ ആൻസൈറ്റി മെഡിക്കേഷനും പല മരുന്നുകൾ നമ്മൾ എടുക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടറോട് നമ്മൾ ഏതെല്ലാം മരുന്നുകളാണ് എടുക്കുന്നതെന്ന് നമ്മൾ വിശദമായിട്ട് പറയണം. അതായത് ഒരു ചൊല്ലുണ്ടല്ലോ, ഒരിക്കലും ഡോക്ടറോടും വക്കീലിനോടും ഒന്നും മറച്ചു വെക്കരുതെന്ന്. അതെ, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മുടെ അസുഖം ഏത് ഡോക്ടറാണെങ്കിലും, ഇപ്പം ഒരു ഡയബറ്റിക് ഡോക്ടറെ കാണാൻ പോവുകയാണ്, അപ്പം നിങ്ങൾ എന്തെങ്കിലും മെൻ്റൽ ഹെൽത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. എല്ലാ മരുന്നുകളെ പറ്റി വിശദമായിട്ട് ഡോക്ടറിനോട് പറയണം. പിന്നെ പലപ്പോഴും ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം തന്നെ, എല്ലാവർക്കും ഡ്രഗ്സ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. പേടിയേക്കാളും കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയണമെന്ന് ഇല്ല, എൻ്റെ വീട്ടിൽ ഇതാരും ഉപയോഗിക്കത്തില്ല, എൻ്റെ കുടുംബത്തിൽ ഇതാരും ഉപയോഗിക്കത്തില്ല, അങ്ങനെ ഒരു ചിന്തയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇമാജിനേഷനേക്കാളും ബിയോണ്ടാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ കാണുന്ന എൻ്റെ പേഷ്യൻസിൽ ഭൂരിഭാഗവും ഒരു 4 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. അതിൽ ഒരു 90% ആൾക്കാരും, അതായത് ടീനേജേഴ്സ് മുതൽ 70 വരെ ഉള്ളവർ വരുമ്പോൾ എന്നോട് പറയും, ഞാൻ എപ്പോഴും ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ ഡ്രഗ്സ് യൂസിനെ പറ്റി ചോദിക്കാറുണ്ട്, യൂസ് ആൻഡ് അബ്യൂസ് ചോദിക്കാറുണ്ട്, ഡ്രഗ്, നിക്കോട്ടിൻ, ആൽക്കഹോൾ. അപ്പോൾ എന്നോട് ഒരുവിധം ഒരു 90% ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമാണ്, ഡു യു നോ വി യൂസ് സം കൊക്കൈൻ, some marijuana, extra, some mushroom, all these things, when, usually what the teenagers use. അത് എൻ്റെ ഒരു കണ്ണ് തുറപ്പിച്ച കാര്യമാണ്. 70 വയസ്സുള്ള ഒരാൾ പോലും പറയുന്നു, എൻ്റെ ടീനേജ് സമയത്ത് ഞാൻ ഈ സ്ട്രീറ്റ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ, നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ലെന്ന്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിൽ ഉള്ള കുട്ടികളുമായിട്ട്, അതായത് അവർ സ്പോർട്സിൽ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവരോട് ഡ്രഗ്സിനെ പറ്റി പറയാൻ എനിക്കൊരു അവസരം കിട്ടി. അന്ന് എൻ്റെ കണ്ണ് തുറപ്പിച്ചൊരു കാര്യം, ഞാനൊന്നും വളർന്ന നാടല്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാ മെഡിസിനുകളെ പറ്റി, സ്ട്രീറ്റ് ഡ്രഗ്സിനെ പറ്റിയും അത് ഏതെല്ലാം രീതിയിലാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് അറിയാം. ഇത് ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ പബ്ലിക്കിനോടും മാതാപിതാക്കളോടും പറയാനായിട്ടുള്ളത്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു കഞ്ചാവ്, ഒരു കൊക്കൈൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ ഓടി ഒളിക്കരുത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മുടെ നമ്മൾക്കിതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ പല സ്ഥലത്തും സുലഭമാണ്. അതുകൊണ്ട് ആ വേർഡിനോട് പേടിച്ചോടാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നോ പറയേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്.
നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും. അതായത് നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ ഇതുപോലെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞാൽ നമ്മൾ അവനെ ഐസൊലേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ മരുന്നെടുക്കുന്ന മിക്കവാർക്കും അതിനൊരു റീസൺ കാണും. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. കാരണം മിക്കവാറും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇച്ചിരി ആൻസൈറ്റി, ഇച്ചിരി ആകുലത, ഇച്ചിരി ഡിപ്രഷൻ ഇങ്ങനെയുള്ളപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം, പിന്നെ മരുന്നെടുക്കണം, പിന്നെ ഫോളോ അപ്പ് ചെയ്യണം. അതിലും നല്ലതാണ് ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരു ഇച്ചിരി കഞ്ചാവ് എടുക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് തോന്നുന്നു, എൻ്റെ വിഷമങ്ങളെല്ലാം പോയി, പിന്നെയും അത് എടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒരു ഡോസ് എടുക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു സന്തോഷം കിട്ടും. പക്ഷെ പിന്നെ ആ സെയിം സന്തോഷം കിട്ടാൻ നമ്മൾ ഓരോ സമയത്തും കൂടുതൽ ഡോസ് എടുക്കണം. പിന്നെ അവസാനം നോർമലായിട്ടിരിക്കാൻ നമുക്കത് കൂടാതെ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന് പല പാർശ്വഫലങ്ങളും ഉണ്ട്. നമ്മുടെ ബ്രെയിനെ ഡാമേജ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അതെ, പണനഷ്ടം മാത്രമല്ല, മാനനഷ്ടം മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ബ്രെയിൻ തന്നെ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ഈ ഇന്റർനാഷണൽ ഡ്രഗ് ഓവർഡോസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് മരുന്നാണെങ്കിലും അതിൻ്റെ കറക്റ്റ് ഡോസ് മാത്രം എടുക്കുക. അതുപോലെ തന്നെ കഴിവതും മരുന്ന് ഒരു പ്രൊവൈഡറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച്, അതുപോലെ തന്നെ എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ട് മാത്രം മരുന്ന് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും നമ്മൾ ഓർക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇതുപോലെ ഈ ഓവർഡോസ് മൂലം പലരുടെയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും കൂട്ടുകാരും മരിച്ചു പോയവരുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ലോങ് ഇൻജുവേർഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ളവരെ നമ്മൾ താഴ്ത്തി കാണരുത്. അങ്ങനെയുള്ള ഒരാളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അവരെ ഐസൊലേറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടോ, അവരുടെ എന്തെങ്കിലും ട്രോമ കൊണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും മാനസിക ആരോഗ്യ പ്രശ്നം കൊണ്ടോ ആയിരിക്കാം അവരിത് ഉപയോഗിച്ചത്. ആരും ചീത്തയായിട്ടോ എനിക്ക് ഡ്രഗ് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ടോ ജനിക്കുന്നവരല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താതെ ഒരു കൈത്താങ് കൊടുത്ത്, വരൂ ഞങ്ങളുണ്ട് കൂടെ, നമുക്കൊരുമിച്ച്, അതാണ് കമ്മ്യൂണിറ്റി എംപവർ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാണ്, നമുക്കൊരുമിച്ച് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ നോക്കാം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രം നശിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഡ്രഗ്സ് കൊടുത്താൽ മതി. അതാണ് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതുപയോഗിച്ചാൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ഡ്രഗ് ഫ്രീ സമൂഹത്തെ, അത് ഡ്രഗ് അവയർനെസ് ഉള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ഒന്നായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത്, അതായത് നമ്മൾ ഒരു ഡോസ് മരുന്ന് എടുക്കാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം ഒരിക്കലും ഡബിൾ ഡോസ് എടുക്കരുത്. ഇന്നലത്തെ ഞാൻ എടുക്കാൻ മറന്നുപോയി, എന്നാൽ അതും കൂടെ കൂട്ടി ഇന്ന് എടുത്തേക്കാം എന്ന് വിചാരിക്കല്ലേ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പല അസുഖങ്ങൾക്കും, അതായത് എനിക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് മാനസികാരോഗ്യത്തെ പറ്റിയാണ്. അതായത് സോളോഫ്റ്റ്, അത് നമ്മൾ ഡിപ്രഷൻ അഥവാ ആൻസൈറ്റിക്ക് എടുക്കുന്ന ഒരു മരുന്നാണ്. നമ്മൾ സാധാരണ സ്റ്റാർട്ടിംഗ് ഡോസ് ഒരു അഡൽട്ട് ഡോസിൽ 25 മില്ലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഹയർ ഡോസ് 200 മില്ലിഗ്രാം ആണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് 200 മില്ലിഗ്രാമിൻ്റെ ആവശ്യം വരും. പക്ഷേ പല പ്രാവശ്യവും ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയോ ഒക്കെ മരുന്നെടുക്കാൻ മറന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി മരുന്ന് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, നമ്മൾ മരുന്നെടുക്കാൻ മറന്നുപോയി. പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും ആ 200 മില്ലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യരുത്. അതും നമ്മൾക്ക് ഒത്തിരി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. ഇത് ഞാൻ ഇപ്പോൾ ഒരു മരുന്നിൻ്റെ കാര്യം പറഞ്ഞാണ്, ഇത് എല്ലാ മരുന്നിനും ബാധകമാണ്. അതായത് നമ്മൾ ലോവർ ഡോസിൽ തുടങ്ങുന്ന മരുന്നുകൾ ഹയർ ഡോസിൽ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എടുക്കാതിരിക്കുമ്പോൾ ഒരിക്കലും ആ ഹയർ ഡോസിൽ എടുക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു
ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ ഹെൽപ്പ് തേടണം. അതുപോലെ തന്നെ നമ്മളൊരു ഹയർ ഡോസ് എടുക്കുന്ന മരുന്ന് ഓൾ ഓഫ് എ സഡൻ നിർത്തിയാലും നമുക്ക് വളരെയധികം വിത്ഡ്രോവൽ സിംറ്റംസും ഉണ്ടാകും. അതുകൊണ്ട് മരുന്ന് എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അത് ഒരിക്കലും ഓവർഡോസായി മരുന്നിന് വേണ്ടി ഉപയോഗിക്കുക, അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് ഓവർഡോസായി നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കാനോ നശിച്ചു പോകാനോ ഇടയാക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി വരും കാലങ്ങളിൽ ഓരോ ഡ്രഗ്സിനെ പറ്റിയും, കൊക്കൈനും മറുവാന, ഇങ്ങനെ പല മരുന്നിനെ പറ്റിയും അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. കഴിവതും ഞാൻ ആൻസർ ചെയ്യാൻ പരിശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും സമയം എനിക്ക് വേണ്ടി ചിലവിടുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. പ്ലീസ് subscribe the channel, watch it, share it and comment it. Thank you for watching.